ഒരു 200 മേളിൽ കടകളുണ്ട് ഇതിൻ്റെ അകത്തേക്ക്. കണ്ടില്ല ഈ കത്തികളൊക്കെ ഡിഫറെൻ്റ് കണ്ടില്ല, നമ്മുടെ നാട്ടിലെ പോലത്തെ അല്ല ഇവിടെ. ഇതാണ് ഈ ഒരു ഏരിയയിലെ മെയിൻ പ്രശ്നം. അപ്പം അതിനകത്തേക്ക് നാരങ്ങ ഒഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ അതിനകത്ത് എന്തൊരു പൊടി കിട്ടുന്നുണ്ട്, പിന്നെ പച്ചമുളക് കിട്ടുന്നുണ്ട്. എരിവുണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കൊൽക്കത്തയാണ് ഉള്ളത്. കൊൽക്കത്തയിലെ നമ്മുടെ റൂമാണ് ഈ കാണുന്നത്. കൊൽക്കത്തയിലെ മുകുന്ദപൂർ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. നമ്മുടെ വണ്ടി ഇതേ ഇരിക്കുന്നു. ഇവിടെ അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് 2 ചേട്ടന്മാരുണ്ട്, അവരെടുത്താട്ടോ ഞങ്ങൾ സ്റ്റേ അല്ലേ. പുള്ളി മലയാളികളാണ്, ഒരു പിറവങ്കാരനൊക്കെയാണ് പുള്ളി. പിന്നെ ഒരാൾ തൊടുപുഴ ഉണ്ടല്ലേ, അവരുടെ നമുക്ക് മീറ്റ് ചെയ്യാം, പിന്നെ മീറ്റ് ചെയ്യാം. പിന്നെ ഈ നിൽക്കുന്ന ഒരു ഏരിയ എങ്ങനെയാണ്? ഇത് ഏരിയ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷെ ഭയങ്കര കൊതുക് ശല്യം കേട്ടോ. ഇവിടെ ഈ ഒരു കനാല് പോയിട്ടുണ്ട്, ഇവിടെ ഒരു കനാല്. ആ കനാല് ഫുള്ളായിട്ട് കൊതുക് എന്ന് പറഞ്ഞാണ്ടല്ലോ. നമ്മൾ ആ പറഞ്ഞ കനാലല്ലേ? ആ, ഈ ഒരു ബ്രിഡ്ജ് കയറിയിട്ട് ലെഫ്റ്റ് അടിച്ചാണ് നമ്മുടെ വീട്. ആ മുകളിലാണ് വീട്. ഈ ഒരു കനാലിൽ നിന്ന് ജസ്റ്റ് കാണിച്ചു കൊടുത്താൽ ഇതാണ് ഈ ഒരു ഏരിയയിലെ മെയിൻ പ്രശ്നം. കൊതുക് ഉണ്ടാകുന്ന ഈ ഒരു കനാലിൽ നിന്നാണ് കേട്ടോ. ഒരു രക്ഷയില്ല, അവിടെ ഭയങ്കര സ്മെല്ല്. അത് കണ്ടോ, ഒരു രക്ഷയില്ല, മണം കാരണം എല്ലാ വേസ്റ്റും വന്ന് ചേട്ടൻ ആ ഒരു പുഴയിലേക്കായിരിക്കും അല്ലേ. ഈ ഒരു ബ്രിഡ്ജ് കയറി കഴിയുമ്പോൾ ഒടുക്കത്തെ മണോ. ഈ ഒരു സൈഡിൽ ചെറിയ ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. ആ, ഇവിടെ കടയുണ്ട്, പിന്നെ ചെറിയ പെട്ടിക്കടകളാട്ടോ ഇവിടുത്തെ മെയിൻ സംഭവം. അപ്പം ഇതാണ് ഒരു ചെറിയൊരു കോളനി പോലെ അല്ലേ. എല്ലാവരും തന്നെ ഇവിടെ ഈ അപ്പാർട്ട്മെന്റ് പോലെ ഇതുണ്ടോ താമസിക്കണം കേട്ടോ. ഇതുപോലെയൊക്കെയാണ് ഇവരുടെ വീടും കാര്യങ്ങളൊക്കെ. ഒത്തിരി സൗകര്യം കാര്യങ്ങളൊന്നുമില്ല. ചിലപ്പോൾ ഒരു റൂമും അതിൻ്റെ അകത്തൊരു ബാത്റൂമും കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഏരിയയിൽ കുറേയൊക്കെ നേഴ്സ്, അതായത് നമ്മുടെ മുകുന്ദപൂർ ഹോസ്പിറ്റൽസ് ഉണ്ട്. ഇവിടെ ഒരു 3 ഹോസ്പിറ്റൽ അടുപ്പിച്ചടുപ്പിച്ചാണ്ട് ഇവിടെ കൂടുതൽ മലയാളീസൊക്കെ താമസിക്കുന്നത് ഈ ഒരു ഏരിയയിലൊക്കെ ആയിട്ടാണ്. ഇവിടെ കുറേ പേരുണ്ട്. ഇതുണ്ടല്ലേ, ഇങ്ങനെ കൺജസ്റ്റഡ് ആയിട്ടാണ് ആൾക്കാർ ജീവിക്കണത്. പ്രത്യേകിച്ച് വേറെ, അതായത് ജസ്റ്റ് ഒരു റൂമും കാര്യങ്ങളും മാത്രമല്ലേ. ആ, വേറെ അവർക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. നമുക്ക് നമ്മുടെ അവിടുത്തെ പോലെ ഒന്നും അല്ല ഇവിടെ മൊത്തത്തിൽ. കണ്ടില്ലേ, അതല്ല വണ്ടിയൊക്കെ ആണെങ്കിലും റോട്ടിൽ കാര്യങ്ങളൊക്കെ ഇട്ടേക്കണേ. പിന്നെ ഇതുപോലെ ഇതിൻ്റെ ടയർ പൊട്ടിയതാട്ടോ. പിന്നെ ഇങ്ങനത്തെ കടയാണ് മെയിൻ. എല്ലാ കടകളുണ്ട്. പിന്നെ എല്ലാ കടയിലും ഫോൺ പേയും പരിപാടിയൊക്കെ ആയിട്ട്. ഇവിടുത്തെ എല്ലാം മീൻ കട പോലെ ചെറിയിരിക്കണ മറ്റേ എന്നാ പറയണ ചെറിയ നമ്മൾ ഈ ഉന്തുവണ്ടി വരെ ഫോൺ പേയും കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്തുണ്ട്. പിന്നെ സൈക്കിൾ റിക്ഷോസ് ആണ്, ഇലക്ട്രിക് റിക്ഷോസ് ആണ് ഈ ഒരു മെയിൻ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് അല്ലേ. പിന്നെ ഇത് ജസ്റ്റ് ഹൈവേ എന്നൊരു എനിക്ക് തോന്നുന്ന ഒരു 3/4 കിലോമീറ്റർ ഉള്ളൂ. മെയിൻ ഹൈവേ നിന്ന്, അതായത് കൊൽക്കത്ത ഹൈവേ നിന്ന് 3/4 കിലോമീറ്റർ വന്നാൽ മതി ഇങ്ങോട്ടല്ലേ. അത്യാവശ്യം ഭയങ്കര പാടാട്ടോ പോയിട്ട്. വൈകുന്നേരം ആകുമ്പോഴത്തേനും തിരക്കെന്ന് പറഞ്ഞാൽ ബൈക്ക് ഓടിക്കാൻ പറ്റില്ല. നമ്മളൊക്കെ അവിടെ ഓടിക്കണേ ഇവിടെ ഓടിക്കണം, ഭയങ്കര വ്യത്യാസമാണ്. ബാംഗ്ലൂരിലെ ഒരു സീനല്ലേ ഇവിടെ, അതിനേക്കാളും ഭയങ്കര ഇച്ചിരി ഡേഞ്ചറസ് ട്രാഫിക് എന്ന് വേണം പറയാം അല്ലേ. നമ്മളിച്ചിരി കണ്ണ് തെറ്റി കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്കൂടെ കയറി നമ്മൾ ചിലപ്പോൾ വീഴുകയൊക്കെ ചെയ്യും. അതെ, നോക്കി ഓടിക്കണം. റഷല്ല ആൾക്കാർ. ഇതുകൊണ്ടല്ല അത് കൂട്ട് വണ്ടികളൊക്കെ കേട്ടോ ഇതിലൂടെ ഫുള്ളും. കാരണം എന്നാ പറയണേ, അതുപോലത്തെ വണ്ടികളെല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കി, അല്ലാതെ അത് ശരിക്കും കമ്പനി വരുന്ന വണ്ടികളല്ല അത്. പിന്നെ വൈകിട്ട് റോഡൊക്കെ ക്രോസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻ സീനാണ്. ഒത്തിരി നേരം നോക്കി നമുക്ക് മറ്റേ ട്രാഫിക്കിന്റെ ഇടയ്ക്കോടെ ഇങ്ങനെ പോകുന്നൊരു സീനൊക്കെ ഇല്ലേ, ആ ഒരു സീനാണ്. രക്ഷപ്പെട്ടാ ആ ഒരു സീനിലാണ് നോക്കി നടക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ വൈകുന്നേരം എന്തായാലും ഇവിടുത്തെ ട്രാഫിക്കും കാര്യങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു നൈറ്റ് ലൈഫും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ പോകുന്നതിൻ്റെ ഒരു വീഡിയോസും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഈ ഒരു ഏരിയയുടെ പ്രത്യേകത എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 മണിയാകുമ്പോഴത്തേക്കും കൊൽക്കത്ത ഫുള്ളും ക്ലോസ് ചെയ്യും, കടകളെല്ലാം തന്നെ. എന്ന് പറഞ്ഞാൽ രാവിലെ ഇവർ രാത്രി ലൈഫാണ് കൂടുതലും. എന്ന് പറഞ്ഞാൽ ഈ രാവിലെ ഒരു ഉച്ചയ്ക്ക് ഒരു 1 മണി വരെ കടകളെല്ലാം ഓപ്പൺ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് 1 മണി to 5 മണി വരെ കടകൾ സംഭവങ്ങളൊന്നുമില്ല. പിന്നെ 5 മണിക്ക് ശേഷമായിരിക്കും ഓരോ കടകളൊക്കെ തുറന്നു. അതെ, ചില കടകളൊക്കെ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ 7 മണിയാകുമ്പോൾ ഇവർ രാത്രിയിലാട്ടോ. രാത്രിയിൽ ഇവിടെ ഭയങ്കര കച്ചവടവും കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും. ഇവിടെ എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഒരു രാത്രി 2 മണി വരെയൊക്കെ ഫുൾ ഓണാണല്ലേ. അപ്പോൾ ഞങ്ങൾ നൈറ്റ് ചുമ്മാ കൊൽക്കത്തയും ചുറ്റിക്കറങ്ങിയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നുള്ളത് പാട്ടുള്ളി ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണ് ഞങ്ങളുള്ളത്. അത് നമ്മുടെ ശ്രീനഗറിലൊക്കെ കാണുന്ന പോലത്തെ, അതുപോലെ ബാങ്കോക്ക് അങ്ങനെ ആ സ്ഥലങ്ങളിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ്. ഇത് കൊൽക്കത്തയിലുള്ളതാണ്. അപ്പം നമ്മൾ 2 ചേട്ടന്മാരോടാണ് വന്നേക്കുന്നത്. അവരായിരുന്നു അതിനെ പരിചയപ്പെടുത്താം. ഇതാണ് നമ്മുടെ അലക്സ് ബൈ. ഇവിടെ അലക്സ് ചേട്ടൻ്റെ റൂമിലാട്ടോ നമ്മൾ നിൽക്കണേ. അലക്സ് ചേട്ടൻ നാട്ടിലെവിടെയാ? നാട്ടിൽ പിറവത്തല്ലേ. ഇവിടെ നേഴ്സാണ്. നേഴ്സാണല്ലേ. അടുത്തായിട്ട് എവിച്ചേട്ടയാണ്. മസ്ക് നദി നാട്ടിലെവിടെ? പിറവല്ലേ. നിങ്ങൾ രണ്ടുപേരും പിറവത്തുനിന്ന്. ചേട്ടൻ ഇവിടെ ഇവിടെ വർക്ക്. ഓക്കെ, അപ്പം ഇവരുടെ കൂടെ ആയിട്ടാണ് നമ്മൾ നിൽക്കണം ശരിക്കും ഇവിടെ കൊൽക്കത്തയിൽ. അപ്പം ഇതാണ് ഇതിൻ്റെ മെയിൻ ഗേറ്റ് ഇങ്ങോട്ട് കയറാനുള്ളത്. ഇത് പാസ്സൊന്നുമില്ല, ഫ്രീ അല്ലേ ഏട്ടേ? അപ്പം നമ്മളാണെങ്കിൽ ആ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റിലോട്ട് കയറിയേക്കുവാണ്. അപ്പോൾ ഇതായിട്ട് അങ്ങോട്ടുള്ള വഴി. ഇത് ശരിക്കും ഇതൊരു കുളമാണ്, ലേക്കാണ് ഏട്ടേ ശരിക്കും? ചെറിയ ലേക്കാണെന്നല്ലേ. ഇത് ശരിക്കും പണ്ട് ഫുള്ള് അഴുക്കജാലമായിട്ട് കിടന്നിരുന്നല്ലേ? ഇത് മറ്റേ നമ്മുടെ പോണ്ട് പോലെ ഇവരിങ്ങനെ ഉണ്ടാക്കിയതാണ്.
ബോട്ടാണ്. ഈ ബോട്ടിൻ്റെ അകത്താണ് ഈ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അല്ല ഇത് ബോട്ട് എടുത്തേക്കാണോ ശരിക്കും? ഇത് മറ്റേ ഇത് ഇവിടെ പോണ്ട് പോലെയാ, തടാകം പോലെ ആയിരുന്നു. അതിന്റെ മുകളിൽ സ്റ്റാൻഡാക്കിയിട്ട് ബോട്ട് അവിടെ കൊണ്ടിട്ടേക്കും. അതെല്ലാം നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളെ മറ്റേ ഇവിടെ കാണില്ല, കാശ്മീരൊക്കെ ഉണ്ടല്ലോ ഡാലിലേക്ക്. ഞാൻ ഓർത്തെ മറ്റേ ഒഴി കിടക്കണ സെറ്റപ്പാന്നായും ഓർത്തേട്ടോ പോകുന്നപ്പോൾ. കടകളാണ് ഇവിടെയുള്ള കടകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ചെറിയ ചെറിയ ഐസ്ക്രീം സ്റ്റാള്, പിന്നെ ഓരോ സെക്ഷൻ അല്ലടാ, വെജിറ്റബിള്, പിന്നെ ഫ്രൂട്ട്സ്. ഐസ്ക്രീം കഴിക്കുന്നോ? ഐസ്ക്രീം വേണ്ട. ഇത് ശരിക്കും ഈ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് തുടങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ നേരത്തെ ഒരു EM ബൈപ്പാസ് എന്ന് പറഞ്ഞൊരു ബൈപ്പാസ് ഉണ്ടായിരുന്നു. ആ ബൈപ്പാസിന് വീതി കൂട്ടിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അവിടെയുള്ള കടകളൊക്കെയാണ് ഈ ഇങ്ങോട്ട് മാറ്റി ആ കച്ചവടക്കാർക്കാണ് ഈ ഒരു ഇവിടെ ഉണ്ടാക്കി ഇവിടെ ഇവർക്ക് കടയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ 10 കോടി രൂപ കണ്ട് 10 കോടി രൂപയുടെ ഒരു പദ്ധതി കണ്ടാണ് ഈ സംഭവം. ഞങ്ങൾ ഗൂഗിൾ ചെയ്തപ്പോൾ കണ്ടാണ്. ഇവിടെ എത്ര കടകളുണ്ട് ശരിക്കും? ഒരു 200 മേളിൽ കടകളുണ്ട് ഇതിൻ്റെ അകത്തേക്ക്. പിന്നെ ഇതിനകത്ത് കുറേ കടകളിൽ ഈ ബോട്ടുകളും കാര്യങ്ങളൊക്കെ മറ്റേ എന്താണ് ജീർണിച്ച് പോയെന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ പിന്നെ അത് പുതുക്കി പണിയാണ്ട് ഉപേക്ഷിച്ചൊക്കെ പോകുന്ന സീനൊക്കെ ഇല്ല ഇവിടെ അങ്ങനെ കണ്ടെന്ന് പറഞ്ഞാൽ. അതായത് ടൂറിസം കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷേ അത് ശരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നാണ് ഞാൻ ജസ്റ്റ് ഓരോ റിവ്യൂസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ കണ്ടത്. അല്ല ഇതുപോലത്തെ ചെറിയ ചെറിയ സ്റ്റാൾസ് ആട്ടോ. ഇതൊക്കെ ഒരു ബോട്ടലാട്ടാ, കാണിച്ചു തരാം. ഇതാരും ഇല്ല, ഇതിങ്ങനെയാണ് ബോട്ടിൻ്റെ ആവും കാര്യങ്ങളൊക്കെ. ഞാൻ പ്രതീക്ഷിച്ചായിരിക്കും ഇത് വെള്ളത്തിൽ ഈ ബോട്ട് ഇങ്ങനെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഓർത്ത ഡാലിലേക്കിൽ ആ ഒരു സെയിം സെറ്റപ്പ് എവിടെയാന്ന് ഓർത്തത്, പക്ഷേ അങ്ങനെയല്ല. ഇത് സ്റ്റാൻഡിൽ ഉണ്ടാക്കി കയറ്റി വെച്ചേക്കോ അല്ലേ? ഇത് സാധാരണ നമ്മുടെ അടുത്തുള്ള ചെറിയ കടകളില്ലേ, ഇങ്ങനെ പെട്ടിക്കട പോലെയുള്ള കടകളില്ലേ, അതുപോലെ തന്നെ ആക്കി വെച്ചാണ്. ഇവിടെ ഒരു കളിപ്പാട്ടം കടയൊക്കെ ഉണ്ട്. ഇതിങ്ങനെ ഓരോ സെക്ഷൻ ആയിട്ടല്ലേ അങ്ങോട്ട് പോയേക്കണേ. കൂടുതലും ഭക്ഷണത്തോടാണ് ഇവിടെയുള്ള താല്പര്യം. അതുകൊണ്ടല്ലേ ഇവിടെ ഒരു ചായയും പരിപാടിയൊക്കെ ഉണ്ട്. ഇതെന്നെ സംഭവമായിട്ട് മീനാണോ? മീനാണോ? ഇത് മറ്റേ ഇതാണോ മറ്റേ എന്നു പറഞ്ഞാൽ ബജ്ജിയാണ്? പ്രോൺസ്. ഇവിടെ അതുപോലെ തന്നെ ഇവിടെ കൂടുതൽ ഫുഡിന്റെ സ്റ്റാൾസാണ്. കൊൽക്കത്ത ഒരു സ്ട്രീറ്റ് ഫുഡിന് ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് അല്ലേ? അതുകൊണ്ട് ഇവിടെ തന്നെ ഒത്തിരി ഇതുപോലത്തെ ഫ്രൂട്ട്സിന്റെ സ്റ്റാളുകളൊക്കെ കാണാം. പക്ഷെ ഇവിടെ മാത്രമല്ല കേട്ടോ, ഇതിന്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഓരോ ഓരോ കോളനികളായിട്ടുള്ള സംഭവങ്ങളൊക്കെ അവിടെയൊക്കെ ഫുള്ള് ഫുഡിന്റെ തന്നെയാണ്. നമ്മളിങ്ങനെ കണ്ടാലേ ഒരു നമ്മള് കുറച്ച് ട്രൈ ചെയ്യാൻ ഞങ്ങൾ എന്തായാലും 2-3 ഐറ്റം അന്നലെ ട്രൈ ചെയ്തായിരുന്നു. ഈ ബോട്ടിൽ എന്തോ മീൻ വിൽക്കുന്നതാണ്, അത് വർക്കിങ്, അത് ഫുള്ളും പോയി കിടക്കുക. പിന്നെ ഇവിടെ ഇറച്ചി, മീൻ അങ്ങനത്തെ സ്റ്റാളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ചില കടകളൊന്നും വൈകിട്ട് ഇല്ല, പിന്നെ ചിലതൊക്കെ തന്നെ പൂട്ടിപ്പോയില്ലേ. ഇതുണ്ട്, ഇത് പച്ചക്കറി കട. പിന്നെ ചെറിയൊരു പണ്ടത്തെ ഒരു പാനസായിട്ട് കിട്ടുന്നതാണ്. ഇത് ശരിക്കും തടിയല്ലേ? ഇത് ഫുള്ള് തടിയത്. ഇതൊരു ഇറച്ചിക്കട കേട്ടോ. ഇവിടെ പിന്നെ കോഴി ഭയങ്കര ഡിഫറെന്റ് അല്ലേ ഏട്ടാ? നമ്മുടെ നാട്ടിലെ പോലെ ഒരു കോഴി മുഴുവനല്ലല്ലോ മേടിക്കണേ. നമുക്ക് 100 ഗ്രാം അങ്ങനെയാണ് കിട്ടുന്നത്. പൈസ അങ്ങനെ മേടിക്കാം. 100 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് 100 രൂപയ്ക്ക് മേടിക്കാം, 150 രൂപയ്ക്ക് മേടിക്കാം. എത്ര ഗ്രാമായിട്ട് അങ്ങനെ കിട്ടൂലേ? അത് അവര് തൂക്കുമ്പോൾ ഇവിടുത്തെ കണ്ടില്ല ഈ കത്തികളൊക്കെ ഡിഫറെന്റ് കണ്ടില്ല, നമ്മുടെ നാട്ടിലെ പോലത്തെ അല്ലേ? അവിടെ ശരിക്കും വെട്ടുവല്ലാണ് വെച്ചിട്ട് മറ്റേ ഇതിൽ മുറിക്കുക, കഷ്ണമാക്കുന്നല്ല ഇതുപോലെ തന്നെ അരിയും ചെയ്യൂലേ? ഇപ്പോൾ വെട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ് കാണിച്ചതാണ്. അപ്പോൾ നോക്കാം, ഇവിടെയൊക്കെ എല്ലായിടത്തും ഉണ്ട്. ഇതുണ്ടോ, ഇവിടെയൊക്കെ അതുപോലത്തെ കത്തികളും സംഭവങ്ങളും കേട്ടോ. ഇതൊരു വേറൊരു മീൻകട, നാടൻ കോഴി കേട്ടോ. എനിക്ക് എല്ലാ സാധനവും ഒരു മീൻകടയാണ്. ഇപ്പം എല്ലാവരും ഇവിടെ ഉപയോഗിക്കണ ഈ കത്തിയല്ലേ, മീൻകട ആയാലും മറ്റേ ഇറച്ചിക്കട ആയാലും ഫുള്ളായിട്ട് അങ്ങനത്തെ ആ ഒരു വാള് പോലത്തെ കത്തിയല്ലേ ഉപയോഗിക്കണേ. അങ്ങോട്ട് കത്തി ഉപയോഗിക്കണേ. പക്ഷെ അത് എങ്ങനെ മുറിക്കുന്നില്ലാത്തല്ലേ? കണ്ടല്ലേ നിറച്ച് കൊതുകാന്നുണ്ടോ അതിൻ്റെ തന്നെ? അത് മീനാണ്, രക്ഷയില്ല, ഭയങ്കര സ്മെല്ല്. ഞാൻ പറഞ്ഞു നമ്മൾ ഇവിടെ കാര്യം പറഞ്ഞ ഇത് ഉണ്ടാക്കി അതിന് ശേഷം മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, അതുപോലെ കുറേയൊക്കെ പൊളിഞ്ഞെടുക്കുക അല്ലേ? അതുകൊണ്ട് ഇടയ്ക്ക് കുറച്ചൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്, എന്നാലും നമ്മൾ നോക്കി കിടന്നില്ല കാല് താഴെ എത്തും. പിന്നെ മറ്റേ ഇത് ശരിക്കും ഒരു ഫ്ലോട്ടിങ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിരുന്നു. ഇതുണ്ടല്ലോ ഈ ഒരു കടകൾ ഇതൊക്കെ ഇതുണ്ടല്ലോ, ഇവിടെ ഒന്നും ഇല്ലാത്തതാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? ഇവിടെ ഉണ്ടായിരുന്നു മീൻ കച്ചവടം അങ്ങനെ പരിപാടിയൊക്കെ ആയിരിക്കും, നമുക്ക് സ്റ്റാൾ തുറക്കാതെ ആയിരിക്കും. 200 സ്റ്റാൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അത്രയൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ഇപ്പോൾ തീരാറായില്ലേ? ഇത് അവിടെ അങ്ങോട്ടുണ്ടോ, കുറച്ചുകൂടെ ഉണ്ട്. ഇവിടെ വേറൊരു കാണുന്ന ഒരു സംഭവമാണ് ഈ മറ്റേ മീനും കാര്യങ്ങളൊക്കെ ലൈവ് ആയിട്ടല്ല, എന്നിട്ട് പിടിച്ച് കൊടുക്കൂല്ലേ? ഇത് ശരിക്കും കടൽ മീനാണ് കേട്ടോ ഈ സംഭവം അല്ലല്ലോ? കടൽ മീനല്ലടാ, ഇവര് കൂടുതൽ ഇവിടെ മറ്റേ ഇതല്ലേ കായൽ മീനും, പിന്നെ ഈ മറ്റേ ബണ്ട് കെട്ടിയിട്ട് അതിൻ്റെ അകത്ത് മീൻ വളർത്തുന്ന പരിപാടിയല്ലേ ഫുള്ള്.
സിലോപ്പിയൊക്കെ. കട്ട്ല, റൂഫ് ഒക്കെ ഉണ്ട്. ഇവിടെ ഒന്നും കടകളൊന്നും ഇപ്പോൾ ഫുള്ളായിട്ടൊന്നും വർക്ക് ചെയ്യണല്ലോ, ഫുള്ളെല്ലാം അടച്ചു പോയേക്കണം. ശരിക്കും കൂടുതലും മറ്റേ ചിക്കൻ അല്ലേ കഴിക്കണേ? ആട്ടിറച്ചിയാണ്. ആട്ടിറച്ചിക്ക് ഭയങ്കര ഡിമാൻഡ് ഇവിടെ. ഈ സൈഡ് മാത്രമല്ല, നമുക്ക് അതിലൂടെ കയറി പോടാം. ആ സൈഡിൽ കൂടെ നടന്നു പോകാം അല്ലേ? പറയുന്നത്ര തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഈ ഏരിയയിലല്ലേ? തിരക്കൊന്നുമില്ല. സൺഡേ ആയിട്ട് അത്യാവശ്യം ഞങ്ങൾ ഓർത്ത് നല്ല തിരക്കായിരിക്കും പറഞ്ഞു. ആ കയറുന്നിടത്ത് കുറേ പേര് ഫോട്ടോ എടുക്കാനും അങ്ങനെയുള്ള കുറച്ച് തിരക്ക് അവിടെ മാത്രമേ കണ്ടുള്ളൂ. ഇങ്ങോട്ടൊന്നും തിരക്കൊന്നുമില്ല. ഇത് ശരിക്കും നോർമൽ ആ ഒരു കടകൾ പോലെയൊക്കെ ഷോപ്സ് പോലെ തന്നെ. പിന്നെ ഇതുപോലെ നടന്ന് പോകാൻ ഒരു പ്രത്യേക ഒരു വഴിയും പിന്നെ ചെറിയൊരു ഇതിൻ്റെ അകത്ത് ഇരിക്കണോണ്ട് ഒരു കുളം പൊലിക്കണ സംഭവമായതുകൊണ്ട് കാണാൻ ഒരു വെറൈറ്റി ഇത്രേ ഉള്ളൂ. നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഇതല്ലായിരുന്നു. ഞങ്ങൾ ഉദ്ദേശിച്ച മറ്റേ ടൈപ്പ് ആട്ടോ, വെള്ളത്തിൽ പോണ ടൈപ്പ് കൂട്ടാ. ഇതൊന്നും ഇത് പോലും ഇല്ല അല്ലേ? ഞങ്ങളെ നാടി വലിയെന്നൊക്കെ ഓർത്തെ സംഭവങ്ങളൊന്നും ഇല്ല അല്ലേ? ഡാലിലേക്കല്ലേ? ഞങ്ങളത് കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. പക്ഷെ പാല് പിടിച്ചെടുക്കുമല്ലോ ഇത് നിറച്ച് കൊതുകല്ല. അവിടെ നോക്കിട്ട് ഫുള്ള് കൊതുക എല്ലായിടത്തും ഉണ്ടല്ലേ? ഇവിടെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ അടുത്തുള്ള എല്ലാ ഫ്ലാറ്റിൽ നിന്ന് മറ്റേ പടക്കം പൊട്ടിക്കുന്ന ബാറ്റ് കൊതുകൊണ്ടെന്ന് വെച്ച് അവിടെ താഴേക്കളെ പോയി കഴിഞ്ഞാൽ മുകളിൽ കിടക്കിടാന്ന് വെച്ചേക്കാം. ഞങ്ങളവിടെ ചുമ്മാ നിന്നില്ല. ഞങ്ങൾ ആ കയറാൻ വഴിക്ക് കഴിഞ്ഞപ്പോൾ അവിടെയൊക്കെ ഫുള്ള് നമ്മൾ 2 മിനിറ്റ് നിന്ന് കഴിയുമ്പോഴത്തേനും കയ്യിലും കാലിലൊക്കെ മറ്റേ പൊതിഞ്ഞു കൂടുക. പിന്നെ 2 കൊടയിലൊക്കെ കളഞ്ഞിട്ട് ഒറ്റ ഓട്ടം. അതിനൊന്ന് എടുക്കണം, പുള്ളി വിരൽ വെച്ച് പൊട്ടിക്കണം, മുകളിൽ ചെറിയൊരു പൊട്ട ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് പറഞ്ഞ ഉരുളക്കിഴങ്ങ് എല്ലാം സംഭവം ഇട്ടിട്ട് പുളിയുള്ള വെള്ളം മുക്കിയിട്ട് ഇട്ട് കൊടുക്കണം. ഇതിവിടുത്തെ കല്യാണത്തിനും ബേക്കറിയിലൊക്കെയുള്ള മെയിൻ സാധനം ഇത് പാനിപ്പൂരി. ഇത് ഫ്ലേവറില്ല കേട്ടോ, കുറെ ഫ്ലേവറും കാര്യങ്ങളും ഒത്തിരി ഉണ്ട്. വലിയ വലിയ അത്യാവശ്യം ഹൽദിറാം പോലത്തെ നല്ല നല്ല വെജിറ്റേറിയൻ ഹോട്ടലുകളുണ്ട് ഇവിടെ. അവിടെയൊക്കെ നല്ല അടിപൊളി സാധനങ്ങളാണ്. 5-6 ഐറ്റംസ്. ഇതെങ്ങനെയാണ് റേറ്റ്? എങ്ങനെ ഇത് 10 രൂപ എത്ര പീസായിട്ട്? അങ്ങനെ ഇത് പീസല്ല, എത്ര ഇതായിട്ട്? 6 പീസ് 8 പീസ് അത്ര ആണോ? ഉണ്ടാക്കണ്ട ഉള്ളി ഇതാട്ടോ ഉണ്ടാക്കണേ. ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ടാണ് തോന്നുന്നു. പുഴുങ്ങി കഴിഞ്ഞിട്ട് കൊണ്ടുവരുവാണോ? എന്നിട്ട് മുളക് 2 സാധനങ്ങളൊക്കെ ഉണ്ട് ഇവരിടുന്നത്. അതെല്ലാം കൂടി ഇട്ട് മിക്സ് ആക്കും. അതിനകത്ത് മറ്റേ ഇതൊക്കെ ഉണ്ടല്ലോ, മറ്റേ ഗ്രീൻ പീസിൻ്റെ മറ്റേ എന്തൊക്കെ സാധനങ്ങൾ അവരൊക്കെ ഉപ്പല്ലേ? ഉപ്പം ഉരുളക്കിഴങ്ങ് പറഞ്ഞിട്ട് ഉപ്പിട്ടു. പിന്നെ ഇത് വേറെ ഉണ്ടോ? ചെറിയ ഗ്രീൻ പീസിൻ്റെ കടലിൽ കൊണ്ടിരുന്നല്ലേ ആ സാധനം ഇടുന്നുണ്ട്. ഇത് തന്നെ അപ്പം അതിനകത്തേക്ക് നാരങ്ങ ഒഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്ത് എന്തൊരു പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഞാനൊന്ന് മിക്സ് ചെയ്യും കേട്ടോ. ആ ബോളും പൊട്ടിച്ചിട്ടല്ലേ? ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എരിവുണ്ട്. വെള്ളം കൂടുതൽ കൂടുതലാ. പുളി ചോയുണ്ട്. ഗ്രീൻ പീസ് അടി കിട്ടും. ഉരുളക്കിഴങ്ങിൻ്റെ ഇതൊന്നും കിട്ടുന്നില്ല. ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ല. അപ്പൊ നമ്മളിവിടെ മീറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് ടീഷർട്ടൊക്കെ കണ്ടിട്ട് കുറച്ച് പേര് വന്നിട്ടുണ്ട്. ആപ്കാന ഋത്തിക, ആപ്കാ तो ऐसे ये जगह से वो दोनों हमारे कजन्स हैं और हम दोनों okay. Actually we are from Kerala. अच्छा ठीक है. So we are going on all India trip actually. Oh. We both. My name is Anandu. Hi. Hi. And he is Vimal. So what are you guys doing? Huh? Studying, right? Yeah. Which class है? तुम लोग इधर का है? Class 6. Yeah. Class 8. 12. 8.
Yeah, okay. So, you guys are all alone? You just came in? Yes. Okay. ഇത് നമ്മൾ പാട്ടുള്ളിയുടെ തൊട്ടിപ്പുറയുള്ള ഒരു സ്പേസ് ആട്ടോ ഇത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ആദ്യം ഇവിടുന്ന് റൈറ്റ് കയറിയിട്ട് വേണം പാട്ടുള്ളി മാർക്കറ്റിലേക്ക് കയറണം. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ സംഭവം കാണുന്നത്. അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആൾക്കാർക്ക് നടക്കാനും ഇരിക്കാനൊക്കെ ഉള്ളൊരു ജസ്റ്റ് ഒരു സ്പേസ് അല്ലേ. പിന്നെ കുറച്ചിങ്ങനെ പ്രതിമകളും കാര്യങ്ങളുണ്ട്. ഇവരെ കൾച്ചർ സംഭവം ബന്ധപ്പെട്ട എന്തോ കൊടുത്തിട്ടുണ്ട് ഇവിടെ. പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ല. നമ്മൾ അങ്ങോട്ട് ജസ്റ്റ് വന്നതേ ഉള്ളൂ. ചെറിയൊരു വൈകുന്നേരം എല്ലാവരും ചില്ല് ചെയ്യാൻ വന്നിരിക്കുന്ന സ്ഥലമാണ്. അതിനകത്തേ ഉള്ളൂ. ഇതിൻ്റെ അപ്പുറം കായലുണ്ടോ? കായലാണ് പോയതാണ്.